ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇറ്റലിയിലെ പാദുവായിലെ സെയിൻറ്റ് ആൻ്റണി ചർച്ചിലേക്കുള്ള ഒരു വാക്കിംഗ് ടൂറാണ്. അപ്പം നമ്മൾ സെൻറ്റ് ജുസ്റ്റീന ചർച്ച് കണ്ടതിന് ശേഷം പ്രാത്തോ ദെല വാലയിൽ കൂടെ നടന്ന് സെയിൻറ്റ് ആൻ്റണി ചർച്ചിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ശൂന്യമായി തോന്നുമെങ്കിലും മാർക്കറ്റുള്ള ദിവസങ്ങളിൽ ഇവിടെ മുഴുവൻ നല്ല ജനത്തിരക്കാണുള്ളത്. ബ്രദർ മാർക്കോയും മറ്റു ബ്രദേഴ്സും മുന്നിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ജോയലും കുറച്ച് പുറകോട്ട് നിന്ന് മലയാളം ആസ്വദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം 1.5 മിനിറ്റ് നടന്നാൽ നമുക്ക് ബസിലിക്കയുടെ മുമ്പിലെത്താൻ സാധിക്കും. ഇവിടെയാണ് അന്തോന്യോസ് പുണ്യാളന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആ പുണ്യ സ്ഥലം. സാധനങ്ങൾ നഷ്ടപ്പെട്ട് അത് തിരഞ്ഞുമെടുക്കുമ്പോൾ എൻ്റെ അന്തോന്യോസ് പുണ്യാള ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് തീരും മുമ്പ് തിരഞ്ഞ സ്ഥലത്ത് തന്നെ സാധനങ്ങൾ കാട്ടിത്തരുന്ന മജീഷ്യനായ ആ വിശുദ്ധന്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സെന്റ് ആന്റണിയെ അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നതിന് നന്ദി എന്നുള്ള പ്രാർത്ഥനാ മന്ത്രത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രധാന വാതിൽ കൂടെ കടന്നത്. അകത്ത് കയറിയതിന് ശേഷം പ്രധാന ബലിപീഠത്തിനെ നോക്കി വണങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇടത് സൈഡിലേക്കാണ് തിരിഞ്ഞത്. ഞാനിവിടെ എപ്പം വന്നാലും ഈ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാറില്ല. ഐതിഹ്യമനുസരിച്ച് ഈ നിത്യസഹായ മാതാവിന്റെ തിരുസ്വരൂപം വിശുദ്ധ ലൂക്കായാൽ വരയ്ക്കപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പ്രധാന നേവിൽ കൂടെ അൾത്താരെ അഭിമുഖമായി നടന്നു നീങ്ങുമ്പോൾ ഇടത്ത് സൈഡിലായി സെന്റ് ആന്റണിയുടെ അതിമനോഹരമായ ഒരു വലിയ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും പവർഫുൾ ആയിട്ടുള്ള പ്രീച്ചറും തിയോളജിസ്റ്റുമായ സെയിന്റ് ആന്റണിയുടെ ജീവചൈതന്യം തുളുമ്പുന്ന അതിമനോഹരമായ സ്റ്റാച്ചുവാണിത്. ഇവിടെ പ്രധാനമായും 3 നേവുകളാണുള്ളത്. ഈ നേവുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ശില്പ കൊത്തുപണികളോട് കൂടിയ പടുകൂറ്റൻ തൂണുകൾ കൊണ്ടാണ്. 13-ാം നൂറ്റാണ്ടിൽ പണികഴിച്ച ഈ ദേവാലയത്തിന് കൃത്യമായ ഒരു വാസ്തുവിദ്യ ഇല്ലെങ്കിലും ഗോത്തിക്, റൊമാനസ്കസ്, ബൈസന്റൈൻ എന്നിവയോട് കൂടിയ ഒരു മിക്സഡ് വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഒരു എവക്കോരിസ്റ്റിക് ചാപ്പലാണ്. ഇതിൽ നീലാകാശത്തിൽ നല്ല വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണെന്ന് നോക്കിയേ. നേവിന്റെ 2 ഭാഗങ്ങളിലുമായി വിവിധ ചാപ്പലുകളും അൾത്താരകളും കാണാൻ സാധിക്കും. 1195 ഓഗസ്റ്റ് 15 പോർച്ചുഗലിലെ ലിസ്ബണിൽ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച വിശുദ്ധൻ കേവലം 36 വർഷം മാത്രമാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സഭാംഗമായിരുന്നു. 1231 ജൂൺ 13-ാം തീയതി ഇറ്റലിയിലെ പാദുവായിലെ ഈ സ്ഥലത്ത് വെച്ചാണ് മരണപ്പെടുന്നത്. വിശുദ്ധൻ മരിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ഗ്രിഗറി 9-ാമൻ മാർപ്പാപ്പയാൽ 1232 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിന്നീട് 1946 ജനുവരി 16 പയസ് 12-ാമൻ മാർപ്പാപ്പയാൽ ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന പദവി നൽകുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള അധ്യാപന പ്രസംഗ കഴിവുകളെ അംഗീകരിക്കുന്ന പദവിയാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളിയുടെ ആർക്കിടെക്ചർ പല വാസ്തുവിദ്യകളുടെ ഒരു സങ്കലനമാണ്. അകവശം പ്രധാനമായും ഗോത്തിക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രധാന അൾത്താര ഡൊണത്തേലോ എന്ന പ്രശസ്ത ശില്പി രൂപകൽപ്പന ചെയ്തതാണ്. അൾത്താരയോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ വെൺകല ശില്പങ്ങൾ ലോക പ്രശസ്തമാണ്. ഈ കാണുന്നതാണ് സെന്റ് ആന്റണിയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ. ഇനിയുമല്ല, ഈ ദേവാലയത്തിന്റെ പ്രധാന ആകർഷണം ഇതുതന്നെയാണെന്ന് തന്നെ പറയാം. 16-ാം നൂറ്റാണ്ടിലാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. ഇത് മനോഹരമായ നവോത്ഥാന ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ കമാനം നിർമ്മിച്ചിരിക്കുന്നത് തനി സ്വർണത്തിലും വെള്ളിയിലുമാണ്. അവിടെ കോട്ട് ചെയ്തിരിക്കുന്ന ബൈബിൾ വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യമാണ്. വലയുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന ലാറ്റിൻ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദേവാലയത്തിന്റെ പ്രധാന നേവിന്റെ ഇടത്തെ സൈഡിൽ കൂടി ആന്റണിയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന ചാപ്പലിലേക്ക് കയറാൻ പോവുകയാണ്. എപ്പോഴും തന്നെ തീർത്ഥാടകരുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം നടന്ന കല്ലറയുടെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ സഹിതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റു തീർത്ഥാടകരോടൊപ്പം കല്ലറയുടെ ബാക്ക് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി ഇവിടുത്തെ ഒരു കണ്ടെയ്നറിനകത്ത് നിക്ഷേപിക്കാവുന്നതാണ്. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാനിവിടെ ഒരു പേപ്പറിൽ എഴുതി ഇവിടുത്തെ ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ചാപ്പലിന്റെ ചുവരുകളിൽ നമുക്ക് 9 മാർബിൾ റിലീഫുകൾ കാണാൻ സാധിക്കും. താൻ ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ അത്ഭുതങ്ങളാണ് ഇവിടെ അതിമനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കല്ലറയുടെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്.
ഇവിടെ നമുക്ക് ഈ കല്ലറയിൽ സ്പർശിച്ച് നമുക്ക് കുറച്ച് സമയം നിന്ന് സൈലന്റ് ആയിട്ട് പ്രെയർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇവിടെ ഞാൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന 9 മാർബിൾ റിലീഫുകളിൽ മിറാക്കിൾ ഓഫ് ദ സ്പീക്കിംഗ് ഇൻഫന്റ് എന്ന് പറയുന്ന ഈ റിലീഫ് വളരെ ഫേമസ് ആണ്. സെയിന്റ് ആന്റണിയുടെ ആജ്ഞയാല് പിഞ്ചു കുഞ്ഞ് തന്റെ പിതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന രംഗമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെന്റ് ആന്റണിയുടെ കല്ലറയുടെ ഫ്രണ്ട് വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ലെഫ്റ്റിൽ കൂടെ കയറി ബാക്ക് സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് വന്നേക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കപ്പേള ദെല്ല മദോന്ന മോറ, അതായത് കറുത്ത മഡോണയുടെ ചാപ്പൽ എന്ന ഭാഗത്തേക്കാണ് പോകാൻ പോണത്. റെയ്നൾഡീനോ എന്ന ഫ്രഞ്ച് ശില്പിയാണ് ഈ പ്രതിമ 1396 നിർമ്മിച്ചത്. ഇത് ബസിലിക്കയുടെ വലത്തെ ഇടനാഴികയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രേസ്കോസ് ചിത്രകലാ രീതിയിലുള്ള ചുവർ ചിത്രങ്ങളും കാണാൻ സാധിക്കും. ബസിലിക്കയുടെ ഈ ഇടനാഴികയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ മേളിലത്തെ കമാനങ്ങളും പെയിന്റിങ്സുകളും അതിൻ്റെ ഇന്റീരിയർ ഡെക്കറേഷൻസും എല്ലാം വർണ്ണിക്കാൻ വാക്കുകളെ കിട്ടുന്നില്ല. ഗോത്തിക് നവോത്ഥാന കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായ ഉയർന്ന മേൽത്തട്ടും താഴേക്കുടങ്ങളും അതിൻ്റെ പെയിന്റിങ്സും എല്ലാം വളരെ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രധാന ബലിപീഠത്തിന്റെ ഇടത്തെ ഇടനാഴികയിൽ കൂടി നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബാക്കിലായിട്ടാണ് ഈ റിലീക്കുകളുടെ ചാപ്പലുള്ളത്. ആന്റണിയുമായി ബന്ധപ്പെട്ട അമൂല്യവും പ്രധാനപ്പെട്ടതുമായ തിരുശേഷിപ്പുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തിരുശേഷിപ്പുകളിൽ പ്രത്യേകിച്ച് അഴുകാത്ത നാവിനാണ് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. 1691 ബറോക്ക് സ്റ്റൈലിലാണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടത് സൈഡിൽ ആദ്യമായി വെച്ചിരിക്കുന്നത് വിശുദ്ധൻ ഉപയോഗിച്ചിരുന്ന ഹാബിറ്റാണ്. ഇതിന്റെ അടുത്ത് തന്നെയായിട്ട് സെയിന്റ് ആന്റണിയുടെ ശവമഞ്ചകത്തിന്റെ പലകത്തട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. 1 കൊല്ലം മുമ്പ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ വീണ്ടും കുറച്ച് റീകൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നിട്ടുണ്ട്. അതായത് ഇപ്പം വിശുദ്ധൻ്റെ അഴുകാത്ത നാവിനെ എടുത്ത് വെളിയിലായിട്ടാണ് ഇപ്പം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് ആൾത്താരയിലായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ അൾത്താരയിൽ 3 നിക്യാകളിലായിട്ടാണ് വിവിധ റിലീക്കുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിവിടെ സെന്റ് ആന്റണിയുടെ മാത്രമല്ല പല വിശുദ്ധരുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ വീഡിയോയിൽ ഞാൻ ഇവയെല്ലാം വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ അൾത്താരയുടെ ഉൾവശത്ത് കയറി അതിൽ തൊടാനും പ്രാർത്ഥിക്കാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്റ്റോണാണ് വിശുദ്ധൻ അവസാന നാളുകളിൽ പില്ലോ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏറ്റവും മേളിലായിട്ട് കാണുന്നതാണ് വിശുദ്ധൻ്റെ മാൻഡിബിൾ ബോണ്. ഇതിന് തൊട്ടു താഴെയായിട്ട് ഒരു കാസയ്ക്കകത്താണ് വിശുദ്ധൻ്റെ വോക്കൽ കോഡ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 3 നിക്യകളിലായി വിവിധ റിലീക്കുകൾ കണ്ട് നമ്മളിപ്പം താഴെ വന്നിരിക്കുകയാണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ ബ്രോൺസ് തീർത്ത വിശുദ്ധൻ്റെ സ്റ്റാച്ചു പുതിയതായിട്ട് നിർമ്മിച്ചതാണ്. പക്ഷികളോടും മൃഗങ്ങളോടും പോലും ദൈവവചനം പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ നാവ് ദൈവം എത്ര മനോഹരമായിട്ടാണ് മൗക്തീകരിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ. ഈ തുറന്നു വച്ചിരിക്കുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ അഗാധമായ ദൈവിക ജ്ഞാനത്തെയും സ്വർണ്ണ ഗ്ലോബ് ഭൂമിയെയും പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളിവിടെയെല്ലാം കണ്ടു കഴിഞ്ഞ് ഈ കൊറിഡോറിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇത് മെയിൻ അൾത്താരയുടെ ബാക്ക് സൈഡാണ്. അങ്ങനെ നമ്മൾ ഈ ബസിലിക്ക ചർച്ചിനെ 1 വട്ടം വലം വെച്ച് തിരിച്ച് മെയിൻ അൾത്താരയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചർച്ചിനെ മൊത്തം ഒന്ന് വീക്ഷിക്കാം. അൾത്താരയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അമ്മ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും സ്റ്റാച്ചുവാണിത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അൾത്താരയിൽ 6 വെൺകല സ്റ്റാച്ചുകളാണുള്ളത്. ഇവയെല്ലാം നിർമ്മിച്ചത് ഡൊണോത്തെല്ലോ ആണ്. ഇപ്പോൾ നമ്മൾ അകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പുറത്ത് ഈ ചർച്ചിനോട് ചേർന്ന് തന്നെ ഒരു ക്ലോയിസ്റ്റർ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഒരു പറ്റിയ സ്ഥലമാണിത്. ഈ ഇടനാഴികളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഈ ചർച്ചിൻ്റെ താഴികക്കുടങ്ങളും അതിൻ്റെ വർക്കുകളും നല്ല വിശദമായിട്ട് കാണാൻ സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെ അതിവിശാലമായൊരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അവിടെ നമുക്ക് തിരുശേഷിപ്പുകളും മറ്റ് ഭക്തസാധനങ്ങളും വാങ്ങിക്കാൻ സാധിക്കും. സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ആ നടുമുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് സെന്റ് ആന്റണിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്ത രൂപമാണ്, ഐക്കോണോഗ്രഫിയാണ്. അദ്ദേഹം വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ച ഒരു രാത്രിയിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടന്നെന്നാണ് പറയുന്നത്. ഈ ദിവ്യ സ്വപ്നത്തെയാണ് ഈ രൂപം സൂചിപ്പിക്കുന്നത്. ദൈവവുമായുള്ള സെന്റ് ആന്റണിയുടെ അടുത്ത ബന്ധത്തെയും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെയും ഇത് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു.
ആൻ്റണിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി ലഞ്ച് ടൈമാണ്. പിസ്സയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബസിലിക്കയുടെ തൊട്ട് മുമ്പിലുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ ബ്രദർ മാർക്കോ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലായി മേളിൽ ഒരു ആണിയിൽ ഒരു വലിയ വാളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. വളരെ പഴക്കം ചെന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വാളാണത്. ഒരു പിസ്സ മുഴുവൻ തിന്നു കഴിഞ്ഞു. വിശപ്പിൻ്റെ തീ ഇതുവരെ കെടാത്തതിനാൽ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു ഐസ്ക്രീം പാർലറിലോട്ടാണ്. ഈ ഐസ്ക്രീം പാർലറും ബസിലിക്കയുടെ നേരെ ഫ്രണ്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ പാതുവ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. ഞങ്ങൾ പോകാൻ പോകുന്നത് സെൻറ്റ് ലിയോപോൾഡോ മാന്തിക് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ അടുത്തേക്കാണ്. അടുത്ത വീഡിയോയിൽ ആ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ്.